ഹലോ, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. അതെ, അപ്പോൾ ഇന്ന് എന്നെ വിളിക്കാനായിട്ട് സച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ വീട്ടിലേക്ക് പോകണ ഇറങ്ങും കയറാനോ കാര്യങ്ങളോ ഒന്നും നിന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതേ വീട്ടിലിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിമാരെ അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കൂടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം വീട്ടിലോട്ട് പോയിട്ട് വന്നിട്ട് വിളക്കൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോയി നമുക്കൊന്ന് കടയിൽ പോകണമായിരുന്നു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി. എൻ്റെ ചേച്ചി, അതായത് കസിൻ ചേച്ചീൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ശനിയാഴ്ച. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച പോയാണ് ഡ്രസ്സ് വാങ്ങുന്നത്. പക്ഷേ പെരുന്നാളായതുകൊണ്ട് തന്നെ ഒറ്റ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ നടന്നതിന് ശേഷമാണ് ഒരു കട കിട്ടിയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഉടുപ്പ് വാങ്ങിയിട്ട്, ഞാനാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ കഴിക്കാനായിട്ട് കട തപ്പിയപ്പോഴേക്കും ഒരു ദോശക്കട ഉണ്ട്. പക്ഷേ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. വന്ന പാടെ എൻ്റെ അമ്മ കട്ടൻ ചായ വെച്ചു. അതിന് ശേഷം നമ്മൾ ദോശ എടുത്തു. 4 ദോശയാണ് വാങ്ങിയത് എനിക്ക് അമ്മക്കും കൂടി. 45 രൂപ ആയുള്ളൂ കേട്ടോ. പക്ഷേ ദോശ, ഈ തട്ട് ദോശ എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. കുറേ നാളായി തട്ടുദോശ കഴിച്ചിട്ട്, അതുകൊണ്ടാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ആസ്വദിച്ചിരുന്നാണ് ഞാൻ കഴിച്ചത്. പിന്നെ കൂടെ നമ്മുടെ കട്ടൻ ചായ ഉണ്ട്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല കോമ്പിനേഷൻ അല്ലേ രണ്ടും കൂടി. ഇത് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് കഴിച്ചായിരുന്നു. വീണ്ടും എനിക്ക് വിശപ്പ് വന്നു. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ, സീ യു.